മലയാള സിനിമയുടെ ഏറ്റവും സ്വാധീനമുള്ള അംബാസഡറായി മാറാനുള്ള യാത്രയിലാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ. എന്നാൽ അതിനോടൊപ്പം കോടികളുടെ ആസ്തിയുമായി പൃഥ്വിരാജിലെ സംരംഭകനും കൂടുതൽ മാറ്റി തെളിയിക്കുകയാണ്. 2023 പുറത്തു വന്ന കണക്കനുസരിച്ച് 54 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശമുള്ള ഒരു ആസ്തിയുടെ വിവരം. 2025 എത്തി നിൽക്കുമ്പോൾ 54 കോടി രൂപയ്ക്കും എത്രയോ മുകളിലായിരിക്കും താരത്തിൻ്റെ മൊത്തം ആസ്തി എന്നത് വ്യക്തമാണ്. 2024 പുറത്തിറങ്ങിയ പൃഥ്വിരാജിൻ്റെ 2 സിനിമകളുടെ കളക്ഷൻ തന്നെ 250 കോടി രൂപയോളം വരും. ഒന്നാമത്തേത് ആടുജീവിത, രണ്ടാമത്തേത് ഗുരുവായൂർ അമ്പലനടയിൽ. മാർച്ചിൽ പുറത്തിറങ്ങിയ L2 എമ്പുരാനാകട്ടെ ഇതിനോടകം തന്നെ 250 കോടി രൂപ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം താരത്തിന് വന്നു ചേർന്ന വരുമാനവും ലാഭവും കൂടി കണക്കിലെടുക്കുമ്പോൾ 54 കോടിയിലൊന്നും ആസ്തി ഒതുങ്ങുന്നില്ല എന്നത് വ്യക്തമാണ്. എമ്പുരാൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുത്ത സിനിമകളിൽ ശമ്പളമില്ലാതെ ലാഭവിഹിതം കൈപ്പറ്റുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ആസ്തിയിലെ വലിയ വർധനയ്ക്ക് കാരണവുമാണ്. അഭിനേതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ ബഹുതലങ്ങളിൽ ദേശീയ ശ്രദ്ധ നേടിയ വിജയമാണ് പൃഥ്വിരാജിൻ്റെത്. അപ്രതീക്ഷിതമായി 2002 നന്ദനം എന്ന സംവിധായക രഞ്ജിത്തിൻ്റെ ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അത് വിജയമായതോടെ പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കൂടാതെ നിലപാടുകളുടെ കാർക്കശ്യത്തിൽ പലരുടെയും അപ്രീതിക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും അദ്ദേഹം പാത്രമായെങ്കിലും കരിയറിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ് പൃഥ്വിരാജിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അഭിനയത്തിൽ നിന്ന് സിനിമയുടെ ബിസിനസ്സിലേക്ക് പ്രവർത്തനം വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പങ്കാളിത്ത മാതൃകയാണ് ആദ്യഘട്ടത്തിൽ നല്ലതെന്ന തിരിച്ചറിവ് പൃഥ്വിരാജിനുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഓഗസ്റ്റ് സിനിമയെന്ന സിനിമാ പ്രൊഡക്ഷൻ സംരംഭത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ ബാനറിൽ നിർമ്മിക്കപ്പെട്ട ഉറുമിയും ഇന്ത്യൻ റുപ്പിയും ഒരുപോലെ വാണിജ്യ വിജയവും നിരൂപക ശ്രദ്ധയും നേടി. വേണ്ടത്ര അനുഭവ പരിചയം നേടിക്കഴിഞ്ഞപ്പോൾ 2017 അദ്ദേഹം ഓഗസ്റ്റ് സിനിമ വിട്ടു. എന്നിട്ട് ഭാര്യ സുപ്രിയമൊത്ത് സ്വന്തം നിർമ്മാണ സംരംഭമായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് തുടക്കം ഇട്ടു. സോണി പിക്ചേഴ്സ് എന്ന ബഹുരാഷ്ട്ര ബ്രാൻഡുമായി ചേർന്ന് നയൻ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ആദ്യ സംരംഭം. തുടർന്ന് സിനിമാ നിർമ്മാണവും വിതരണവും മാറി മാറി അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്തു. കൂടാതെ ഡ്രൈവ് ലൈസൻസ്, കടുവ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ നിർമ്മാണവും KGF, ബിഗിൽ, പേട്ട തുടങ്ങി നിരവധി വമ്പൻ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിതരണമൂലം ഏറ്റെടുത്ത് ഇന്ത്യൻ സിനിമയിലെ ഒരു സുസ്ഥിര സാന്നിധ്യമായി പൃഥ്വി മാറി. മോഹൻലാലിൻ്റെ താരമൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തിയ തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലൂടെ മോളിവുഡിന് പുതിയ വാണിജ്യ ദിശ നൽകിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ. അതിവേഗം 50 കോടി രൂപ നേടിയ മലയാള ചിത്രമായി മാറിയ ലൂസിഫറിൻ്റെ ഗ്രോസ് കളക്ഷൻ ഏകദേശം 125 കോടി രൂപയാണ്. 5 വർഷം കഴിഞ്ഞ് ലൂസിഫറിൻ്റെ 2ാം ഭാഗമായി എമ്പുരാൻ റിലീസ് ചെയ്തു. എന്നാൽ ഈ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് പൃഥ്വിരാജ് എന്ന ബ്രാൻഡിനെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. സലാർ പോലുള്ള പാൻ ഇന്ത്യൻ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ റോളുകളും ചെയ്തു അദ്ദേഹം. അതിലൂടെ താരത്തിൻ്റെ വിപണി മൂല്യവും ബ്രാൻഡ് പ്രതിച്ഛായയും വർദ്ധിച്ചു. എമ്പുരാൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജി പോലും വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി. വാണിജ്യ നേട്ടങ്ങളിൽ ഒരു കുറവും വരുന്നില്ലെന്ന് ഉറപ്പാക്കി. എമ്പുരാൻ ടീം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതിനോടകം 250 കോടി രൂപയിലധികം കളക്ഷൻ നേടിക്കഴിഞ്ഞു ഈ സിനിമ. മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി ചിത്രമായി ഇത് മാറുന്നു എന്ന് വേണം കരുതാൻ. പ്രശാന്ത് നീലിൻ്റെ സലാറിൽ അഭിനയിച്ചതിന് 4 കോടി രൂപയാണ് പൃഥ്വിരാജിന് ലഭിച്ച പ്രതിഫലമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പൊതുവെ 4 കോടിക്കും 10 കോടിക്കും ഉള്ളിൽ റേഞ്ചിലാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. അത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ലാഭം പങ്കിടൽ വ്യവസ്ഥയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. കൂടാതെ പൃഥ്വിരാജിൻ്റെ റിയാലിറ്റി നിക്ഷേപവും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. 2022 അദ്ദേഹം ബാന്ദ്രയിലെ പാലിഹിൽ 17 കോടി രൂപയുടെ അത്യാഡംബര ഫ്ലാറ്റ് വാങ്ങിയത്. ബോളിവുഡ് സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ റിയാലിറ്റി ഡെസ്റ്റിനേഷനാണ് ഇത്. കൊച്ചിയിലും താരത്തിന് ആഡംബര പ്രോപ്പർട്ടി ഉണ്ട്. കല്യാൺ സിൽക്സ്, അസൻറ്റ് ഹോംസ് തുടങ്ങി നിരവധി വൻകിട ബ്രാൻഡുകളുമായുള്ള പങ്കാളിത്തത്തിലൂടെ അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ അത്യാഡംബര കാറുകളുടെ ശ്രേണിയുമുണ്ട്. 4 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ലംബോർഗിനി ഉറൂസ്, 3 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ്
പോർഷെ തുടങ്ങി നിരവധി അത്യാഡംബര മോഡലുകളും പൃഥ്വിരാജിൻ്റെ കാർ ഗോഡൌണിലുണ്ട്. സംരംഭകർക്ക് പഠിക്കാനുള്ള ഒരു വ്യക്തിത്വമാണ് പൃഥ്വിരാജ്. ഒരു സാധാരണ നടനിൽ നിന്ന് ബഹുമുഖ ബിസിനസ് വ്യക്തിത്വമുള്ള പൃഥ്വിരാജ് സുകുമാരൻ്റെ വളർച്ച തന്ത്രപരമായ കരിയർ തെരഞ്ഞെടുപ്പുകളുടെയും സ്വന്തം ബ്രാൻഡ് മൂല്യം ആവർത്തിച്ച് പൊസിഷൻ ചെയ്തതിൻ്റെയും ചലനാത്മകമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവലംബിച്ചതിൻ്റെയും വൈവിധ്യമാർന്ന നിക്ഷേപങ്ങളുടെയുമെല്ലാം വിജയമായ പ്രതിഫലനമാണ്. പ്രൊഫഷണലുകൾക്കും നവ സംരംഭകർക്കുമെല്ലാം ഉൾക്കാഴ്ച നൽകുന്ന ഒരു കേസ് പഠനമായി രാജുവിൻ്റെ വിജയയാത്രയെ നമുക്ക് കാണാം. സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ബ്രാൻഡ് ലെവറേജിങ്ങും എല്ലാം പരോക്ഷമായും പ്രത്യക്ഷമായും സമയോചിതമായി പ്രവർത്തനനിരതമാകുന്നതാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ കരിയർ.